ഹലോ വെൽക്കം ബാക്ക് ടു മാളൂസ് കേരള യൂട്യൂബ് ചാനൽ. അപ്പോഴേ നമ്മളിന്ന് വെണ്ടയ്ക്ക വെച്ചിട്ടുള്ളൊരു അടിപൊളി ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 7 വെണ്ടയ്ക്ക നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത വെണ്ടയ്ക്ക ഇതേപോലെ ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ കട്ട് ചെയ്തെടുത്ത വെണ്ടയ്ക്ക ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് 10 മിനിറ്റ് നമ്മൾ തിളപ്പിച്ചെടുക്കാവേ. അപ്പോൾ അതാ 10 മിനിറ്റ് ആയപ്പോഴത്തേനും വെണ്ടയ്ക്കയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാവേ. വെണ്ടയ്ക്കയൊക്കെ ഒന്ന് തണുത്ത് വരുമ്പോഴത്തേനും നമുക്കിതാ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഒരു 1/4 പാത്രം വെള്ളം എടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടി നമുക്കൊന്ന് ഇനി ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. വേവിച്ചെടുക്കുമ്പോൾ ഇത് കട്ട കൂടാതെ വേണം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം കേട്ടോ ഇത് വേവിച്ചെടുക്കാൻ. അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കട്ട കൂടാതെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുക കേട്ടോ. ഇത് നമുക്ക് അരിപ്പൊടി ഒന്ന് തണുത്ത് വരുമ്പോഴത്തേനും നമ്മൾ നേരത്തെ തണുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ജെല്ലൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് 7 വെണ്ടയ്ക്കയിൽ നിന്ന് നമുക്ക് ഇത്രയും വെണ്ടയ്ക്ക ജെല്ല് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല തിക്കായിട്ടുള്ള വെണ്ടയ്ക്ക ജെല്ലാണ്. ഇനി നമ്മൾ നേരത്തെ തണുക്കാൻ വേണ്ടി വെച്ചിരുന്ന അരിപ്പൊടി അത് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ജെല്ലും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്ക ജെല്ല് മുഴുവനെ ഒഴിക്കണ്ട, ലേശിച്ച് ഒഴിച്ച് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം ഇത് കട്ട പിടിക്കാൻ പാടില്ല, അതുകൊണ്ടാണ് നമ്മൾ കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക ജെല്ലും കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു രൂപത്തിലാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് നേരെ നമുക്കിത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഹെയറിലും സ്കാൽപ്പിലും ആയിട്ടാണ് കേട്ടോ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ആഴ്ചയിൽ ഒരു ദിവസം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ഹെയർ സ്പാ ചെയ്യാറുണ്ട്, കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ഒക്കെ ചെയ്യാറുണ്ട്. അതിന് പകരം നമ്മൾ ഇതേപോലെ ഒരു 7 വെണ്ടയ്ക്ക അരിപ്പൊടിയും വെച്ചിട്ട് വീട്ടിൽ തന്നെ ഹെയർ പാക്ക് തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് ബ്യൂട്ടി പാർലറൊന്നും പോകേണ്ട ആവശ്യമില്ല. കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ആയാലും ഹെയർ സ്പാ ആയാലും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. ഹെയർ ഒക്കെ നല്ല സ്മൂത്തായിട്ട് നമ്മൾ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണോ ഹെയർ ഉണ്ടാകുന്നത് അതേപോലെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അതുമാത്രമല്ല നമ്മൾ ഈ പാക്ക് തലയിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ തലയിലെ താരനും ഒക്കെ മാറി കിട്ടുകയും ചെയ്യും. മുടി നല്ലപോലെ തിക്കായിട്ട് വളരുകയും ചെയ്യും. തലയ്ക്ക് നല്ല തണുപ്പും ഉണ്ടാവും. ഈ പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളൊരു 1/2 മണിക്കൂറിന് ശേഷം മാത്രമേ നമ്മൾ തല വാഷ് ചെയ്യാൻ പാടുള്ളൂ. നോർമൽ വാട്ടറിലാണ് കേട്ടോ നമ്മളിത് ഹെയർ വാഷ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഷാമ്പു ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നോർമൽ വാട്ടറിൽ തന്നെ നമുക്കത് ഹെയർ വാഷ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഹെയർ പാക്ക് വീട്ടിൽ തയ്യാറാക്കി നോക്കണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണോ. യൂസ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ കമൻറ്റ് ബോക്സ് ഉണ്ട്, അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ. അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരത്തേക്കും ബൈ.